ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദ റൈറ്റ് ഡിവിഷൻ, ദ പോളീൻ ഡോക്ട്രിനെ, പൗലോസ് അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത റൈറ്റ് ഡിവിഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ: ഈസ് ദർ എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് Paul received from Christ and the one that God will establish with Israel in the future? അതായത് പൗലോസ് അപ്പോസ്തലന് കർത്താവിൽ നിന്ന് ലഭിച്ച പുതിയ നിയമവും ഭാവിയിൽ ദൈവം ഇസ്രായേലുമായിട്ട് സ്ഥാപിക്കാൻ പോകുന്ന പുതിയ നിയമവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ആദ്യം നമുക്ക് ഈ കവനന്റും ടെസ്റ്റ്മെന്റും എന്നുള്ള വാക്കിന്റെ ആ ഒരു വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. എ കവനന്റ്, ഉടമ്പടി എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളുമായിട്ട് ഉള്ള അല്ലെങ്കിൽ രണ്ട് കൂട്ടരുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ്. അതേസമയം ഒരു ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൽപത്രം പോലാണ്. അതായത് ആ ഒരു ടെസ്റ്റ്മെന്റ് എഫക്റ്റ് ആകണമെങ്കിൽ ഈ ടെസ്റ്റേറ്റർ, അതായത് ആരാണ് ഈ വിൽപത്രം എഴുതുന്നത്, ആ വ്യക്തിയുടെ മരണത്തിന് ശേഷമേ അത് എസ്റ്റാബ്ലിഷ് ആകത്തുള്ളൂ. നമുക്കത് മലയാളത്തിൽ നിന്ന് വായിക്കാം. ഒരു ഉടമ്പടി എന്നത് രണ്ടോ അതിലധികമോ കക്ഷികൾ തമ്മിൽ കരാറിലെ തങ്ങളുടെ പങ്ക് നിർവഹിക്കുന്നതിനുള്ള ഒരു കരാറാണ്. ഒരു ടെസ്റ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ ടെസ്റ്റേറ്ററുടെ മരണശേഷം ലഭ്യമാകും. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ബൈബിളിൽ ഉടമ്പടി, നിയമം, അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, ഇതൊക്കെ ഒരേ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഈ ഉടമ്പടിയിൽ രണ്ട് പാർട്ടിയും അവരുടെ ഭാഗങ്ങൾ ചെയ്തിരിക്കണം. അതേസമയം ഒരു ടെസ്റ്റ്മെന്റിൽ ഈ ടെസ്റ്റ്മെന്റ് എഴുതുന്നയാളുടെ മരണത്തിന് ശേഷം ആ ബെനിഫിറ്റ് ജീവനോടിരിക്കുന്നവർക്ക് ലഭിക്കുകയാണ്. ഇത് രണ്ടിനും ഒരേ വാക്ക്, നിയമം എന്ന വാക്ക്, ഉടമ്പടി എന്ന വാക്ക് ബൈബിളിൽ ഒട്ടേറെ എടുത്ത് നമുക്ക് കാണാൻ കഴിയും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 18-ാം വാക്യം, അവിടെ ദ ഫസ്റ്റ് ടെസ്റ്റ്മെന്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റിന് വേണ്ടി, പഴയ നിയമത്തിന് വേണ്ടി ദ ഫസ്റ്റ് ടെസ്റ്റ്മെന്റ് എന്ന് എഴുതിയിരിക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദ ഫസ്റ്റ് കവനന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഉടമ്പടി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏതിനാ? ഓൾഡ് ടെസ്റ്റ്മെന്റിന് വേണ്ടി. 8-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നോട്ട് അക്കോർഡിംഗ് ടു ദ കവനന്റ് ദാറ്റ് ഐ മേഡ് വിത്ത് ദെയർ ഫാദേഴ്സ് ഇൻ ദ ഡേ വെൻ ഐ ടുക്ക് ദം ബൈ ദ ഹാൻഡ് ടു ലീഡ് ദം ഔട്ട് ഓഫ് ഈജിപ്റ്റ്. അപ്പോൾ ഈ പഴയ കവനന്റിനെ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റിനെ ദ ഫസ്റ്റ് ടെസ്റ്റ്മെന്റ് എന്നും വിളിച്ചിരിക്കുക. ഇവിടെ ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയ നിയമമാണ്. അപ്പൊ നമുക്ക് കാണാൻ കഴിയും, ബൈബിളിൽ തിരിച്ചും മറിച്ചും ഓൾഡ് ടെസ്റ്റ്മെന്റിനെ ഓൾഡ് കവനന്റ് എന്നും വിളിച്ചിട്ടുണ്ട്, ദ ഫസ്റ്റ് കവനന്റ് എന്നും വിളിച്ചിട്ടുണ്ട്, ആദ്യത്തെ ഉടമ്പടി എന്ന് വിളിച്ചിട്ടുണ്ട്, ആദ്യത്തെ ടെസ്റ്റ്മെന്റ് എന്നും വിളിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തെ സെക്കൻഡ് കവനന്റ് എന്നും സെക്കൻഡ് ടെസ്റ്റ്മെന്റ് എന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം, ആദാം മുതൽ മോശ വരെ 2500 വർഷത്തിന്റെ ഒരു ഇടവേളയുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ സമയത്താണ് ഉൽപ്പത്തി പുസ്തകം, ഇയ്യോബിന്റെ പുസ്തകം, അപ്പോൾ തന്നെ പുറപ്പാട് പുസ്തകത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ എഴുതപ്പെട്ടത്. മോശയ്ക്ക് ന്യായപ്രമാണം ലഭിക്കുന്നത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ്. എന്നാൽ അതിനു മുന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ
അതായത് ഉൽപ്പത്തി പുസ്തകം, ഇയ്യോബിന്റെ പുസ്തകം, പുറപ്പാട് പുസ്തകത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്ക് തിരുവചനത്തെ 3 നമുക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ. അതായത് മുൻകാലം, എന്നാൽ ഇപ്പോഴോ, വരുവാനുള്ള സമയങ്ങൾ. ഇനി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ 3 കാര്യങ്ങളെക്കുറിച്ച്, ഈ 3 ഡിവിഷനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പഴയ നിയമവും പുതിയ നിയമവും പൗലോസ് അപ്പോസ്തലന് കൊടുത്ത വ്യത്യസ്തമായ ആ ഒരു വെളിപ്പാടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുക. ഈ ഓരോ ഡിവിഷനെയും മനസ്സിലാക്കാം നമുക്ക്. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാകയാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. അപ്പൊ മുൻകാലത്ത് പൗലോസ് അപ്പോസ്തലൻ ജാതികളോട് സംബന്ധിച്ച് പറയുക, മുൻകാലത്ത് നമുക്ക് ഇസ്രായേൽ മക്കളോടോ ഇസ്രായേലിന്റെ ഉടമ്പടികളോടോ ആ ഓൾഡ് ടെസ്റ്റ്മെന്റിനോടോ കവനൻസിനോടോ ദൈവം പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളോടോ ഒന്നും ഒരു സംബന്ധവും ഇല്ലായിരുന്നു. ഈ ഭൂമിയിൽ ക്രിസ്തു കൂടാതെ ഒരു പ്രത്യാശ ഇല്ലാതെ നമ്മൾ ആയിരുന്ന ഒരു അന്ധകാരത്തിന്റെ ഒരു സമയമായിരുന്നു. വിജാതികൾ സൃഷ്ടിതാവായ ദൈവത്തെ നിരാകരിക്കുകയും സൃഷ്ടികളെ ആരാധിച്ച് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ജാതികളുടെ. അന്ന് നമുക്ക് യഹൂദരുമായിട്ട് ഒരു പങ്കുമില്ലായിരുന്നു. ഇനി നമുക്ക് ഇപ്പോഴോ ഉള്ള സമയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കണം, ഇവിടെ എങ്ങനെയാണ് കർത്താവ് ഇപ്പോഴോ എന്നുള്ള സമയം, അതായത് ബട്ട് നൗ എന്നുള്ള സമയത്ത് കർത്താവ് ഇരുപക്ഷത്തെയും ഒന്നാക്കി ഒരു പുതു മനുഷ്യനാക്കി തീർത്തത്. ക്രൂശിന്മേൽ ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം കണ്ടു തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ ഇടിച്ചുവർ നീക്കിക്കളഞ്ഞു ക്രൂശിൽ. അപ്പോൾ നോക്കണം, ഈ 2 പക്ഷത്തെയും ഒന്നാക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന് എന്ത് ചെയ്യേണ്ടി വന്നു? ക്രൂശിൽ തന്റെ ശരീരത്തിൽ ചട്ടങ്ങളും കൽപ്പനകളും ആയ ന്യായപ്രമാണം എന്ന ശത്രുത്വം, അതാ ആ ന്യായപ്രമാണത്തെയാണ് വേർപാടിന്റെ നടുച്ചുവർ, ദ വാൾ ഓഫ് പാർട്ടീഷൻ എന്ന, ദ മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എവിടെ? അതിനെ തന്റെ ക്രൂശിൽ നീക്കിയാണ് ഈ 2 കൂട്ടരെയും ഒന്നിച്ചാക്കിയത്, അല്ലെ? അപ്പൊ ഇത് മനസ്സിലാക്കണം. ശത്രുത്വം എന്തുവായിരുന്നു? ചട്ടങ്ങളും കൽപ്പനകളും ആയ ന്യായപ്രമാണം. അടുത്തത് വരുവാനുള്ള കാലത്തെ കുറിച്ച് എന്താണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം പറയുന്നത്? വരുവാനുള്ള കാലത്ത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, സ്വർഗമണ്ഡലങ്ങളെയും കർത്താവ് വീണ്ടെടുക്കുകയാണ്. 2, ഭൂമണ്ഡലത്തെയും വീണ്ടെടുക്കുവാണ്. സ്വർഗമണ്ഡലത്തെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കൊണ്ടാണ് വീണ്ടെടുക്കുന്നത്. നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം
6 തൊട്ട് 7 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ വരുവാൻ ഉള്ള കാലത്ത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള ഉപയോഗം. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇനി വരുവാൻ ഉള്ള കാലത്ത് ഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് വായിക്കാം. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 1 തൊട്ട് 68 വാക്യം മുതൽ 75 വാക്യം വരെ നമുക്ക് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്ത് നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്, നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലം ഒക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതും കൊണ്ടും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കണ്ടോ, ഭൂമണ്ഡലത്തിൽ എന്താണ് നടക്കുന്നത്? ഇസ്രായേലിന്റെ പ്രത്യാശ എവിടെയാണ്? ഈ ഭൂമിയിലാണ്. അവരുടെ പ്രത്യാശ എന്തുവാ? ചുറ്റുമുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് എന്താണ് അവർ നിത്യകാലം ദേവാലയത്തിൽ നീതിയിലും വിശുദ്ധിയോടുകൂടി കർത്താവിനെ സേവനം ചെയ്യുന്നതാണ് അവരുടെ എറ്റേണൽ ഹോപ്പ്, അവരുടെ ബ്ലെസ്സഡ് ഹോപ്പ്. അപ്പോൾ കാണുന്നുണ്ട്, വരുവാൻ ഉള്ള കാലത്ത് 2 ഇടത്താണ് വിടുതൽ നടക്കുന്നത്. ഒന്ന് സ്വർഗസ്ഥലങ്ങളിലും 2 ഭൂമണ്ഡലിലും മണ്ഡലങ്ങളിലും. അപ്പോൾ പഴയ നിയമത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. പഴയ നിയമം പുറപ്പാട് പുസ്തകം 19 അധ്യായം 5 വാക്യത്തിലാണ് നൽകുന്നത്. നമുക്ക് അതിനെ കുറിച്ചൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ഇവിടെ ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നമ്മൾ ചില ബൈബിൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആ അബ്രഹാമിന് പ്രോമിസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭൂമണ്ഡലമാണ്. നമുക്ക് മുൻപോട്ട് വായിക്കാം. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. മോശ വന്ന് ജനത്തിന്റെ മൂപ്പന്മാരെ വിളിച്ച് യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിന്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. ഇനി നമുക്ക് എബ്രായർക്കെഴുതിയ ലേഖനം 9 അധ്യായം 17 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമം രക്തം കൊണ്ടാണ് അത് പ്രതിഷ്ഠ ചെയ്തത്. നമുക്കൊന്ന് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 9 അധ്യായം 17 തൊട്ട് 22 വരെ. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പന ഒക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പൊ ഇത് മോശ എവിടാണ് ഇത് ചെയ്യുന്നത്? പുറപ്പാട് 24 അധ്യായം 6 തൊട്ട് 8 വരെയുള്ള വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മോശ രക്തത്തിൽ പാതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു. രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു.
യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശെ രക്തം എടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. Praise the Lord. അപ്പോൾ നോക്കണേ, പുറപ്പാട് 19 ഈ പഴയ നിയമം മോശയിൽ കൂടെ ഇസ്രായേലിന് ലഭിക്കുന്നത്. എന്നാൽ അത് സമർപ്പിക്കപ്പെടുവാൻ, അതായത് രക്തം കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെടുവാൻ, അത് 24 അധ്യായത്തിലാണ്. അവിടെയും ഒരു സമയത്തിന്റെ ഒരു അളവ് ഇടയ്ക്ക് വരികയാണ്. അപ്പോൾ തന്നെ നമ്മൾ നോക്കണം, യോശുവയുടെ പുസ്തകം 21 അധ്യായം 44 തൊട്ട് 45 വരെ വായിക്കുമ്പോൾ അവിടെയാണ് ഈ അവർക്ക് കർത്താവ് ഈ പഴയ നിയമം പൂർത്തീകരിച്ചു കൊടുക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. യോശുവ 21 44 തൊട്ട് 45 വരെയുള്ള വാക്യം. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. അപ്പോൾ നോക്കണേ, ടൈം പീരീഡ് നോക്കണേ. അവര് എത്രയോ വർഷങ്ങൾ മരുഭൂമിയിൽ വലഞ്ഞു തിരികെയായിരുന്നു ഈ ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷം. നോക്കണം, സൊലൊമോൻ രാജാവ് 2 ദിനവൃത്താന്തം 7 അധ്യായത്തിലാണ് ദേവാലയത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നത്. ദേവാലയത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് പഴയ നിയമം ഇസ്രായേൽ മക്കൾക്ക് അതിന്റെ പൂർണ്ണതയിൽ പ്രമാണിക്കാൻ കഴിയുന്നത്, ഇല്ലേ? അതിന്റെ ആരാധനകൾ, അതിന്റെ യാഗത്തിന്റെ റിക്വയർമെന്റ്സ്, അത് എല്ലാം. അപ്പോൾ ഇതിന്റെ മധ്യേ എന്തുണ്ട്? ഒരു വലിയ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇല്ലേ? ന്യായപ്രമാണം ലഭിച്ചു, ശേഷം അത് രക്തം കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നു. യോശുവയുടെ പുസ്തകത്തിൽ അവര് യോശുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം എന്താണ് നടക്കുന്നത്? സൊലൊമോൻ ദേവാലയം പണിത് അതിന്റെ പ്രതിഷ്ഠ കഴിയുന്നിടം വരെയും അവർക്ക് പൂർണ്ണമായിട്ട് ന്യായപ്രമാണം പ്രമാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഒരു വലിയൊരു ഇടവേള അവിടെ നാം കാണുകയാണ്. ഇത് നാം പഠിക്കുന്നത് ഇതേപോലൊരു ഇടവേള മുൻപോട്ട് ഉണ്ട് ഇസ്രായേൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കതിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ when does a testament come into effect? എബ്രായർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 17 വാക്യത്തിൽ നമ്മൾ മുമ്പ് വായിച്ചതുപോലെ നിയമകർത്താവിന്റെ മരണത്തിന്റെ ശേഷമാണ് ആ നിയമം സ്ഥിരപ്പെടുന്നത്. അതിനെ കുറിച്ച് നമ്മൾ വായിച്ചു. മത്തായി സുവിശേഷം 26 അധ്യായം 28 വാക്യത്തിൽ കർത്താവ് പറയുന്നത്, for this is my blood of the New Testament which is shed for many for the remission of sins. ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ കാര്യം നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുന്നേ ഉള്ള ആ തിരുവത്താഴത്തിന്റെ ആ ഒരു പെസഹ അവർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവെ ഗലാത്യർക്ക് എഴുതിയ 4 ലേഖനം 4 അധ്യായം അതിന്റെ 4 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. കർത്താവായ യേശു സമയത്തിന്റെ കാലത്തിന്റെ പൂർണ്ണതയിൽ പിതാവ് തന്റെ പുത്രനെ അയച്ചു. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചിട്ട് നമ്മളെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുകയുണ്ടായി. റോമർക്കെഴുതിയ ലേഖനം 15-8 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവായ യേശുക്രിസ്തു അഗ്രചർമ്മത്തിന്റെ ഒരു ശുശ്രൂഷക്കാരൻ ആയിരുന്നു. എന്തുകൊണ്ടായിരുന്നു? കാരണം അഗ്രചർമ്മത്തിന്റെ പിതാക്കന്മാരോട് കൊടുത്ത വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു, അല്ലെ? റോമർക്കെഴുതിയ ലേഖനം 15-8 വാക്യം നമുക്ക് മലയാളത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യം നിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും
ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണം എന്നും ഞാൻ പറയുന്നു. Praise the Lord. അപ്പോൾ നോക്കണം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കാൽവരി ക്രൂശിലെ പ്രവൃത്തി പൂർത്തീകരിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 16 തൊട്ട് 17 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കണേ, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം കാണുന്നത് മഗ്ദലക്കാരി മറിയയാണ്. അപ്പോൾ മറിയോട് പറയുക, സ്ത്രീയെ എന്നെ തൊടരുത്, ഡു നോട്ട് ടച്ച് മീ. കാരണം എന്തോ, ഞാൻ എൻ്റെ പിതാവിന്റെ അരികിലേക്ക് കയറി പോയിട്ടില്ല. അപ്പോൾ ഈ അധ്യായം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അതേ ദിവസം സന്ധ്യാസമയത്ത് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർ അടച്ചിരുന്ന ഒരു മുറിയിൽ വന്നു പ്രത്യക്ഷപ്പെടുകയാണ്. തൻ്റെ ആണിപ്പാടുകൾ, മുറിവൊക്കെ കാണിച്ചു. ആ കൂട്ടത്തിൽ തോമസ് സ്ലീഹ ഇല്ലായിരുന്നു. ഈ കാര്യം ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുറിവിനെ തൊട്ട് വിലാപ്പുറത്തെ മുറിവിൽ വിരലിട്ട് ഉറപ്പ് വരുത്താതെ ഞാൻ ഈ കാര്യം വിശ്വസിക്കത്തില്ല എന്ന് തോമസ് പറയുകയാണ് കർത്താവിനെ കുറിച്ച്. അപ്പോൾ 8 ദിവസം ശേഷം കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ തോമസ് ഉണ്ടായിരുന്നു. തോമസിനോട് കർത്താവ് പറയാ, തോമസ് കം, നീ എൻ്റെ വിരലുകൾ, എൻ്റെ മുറിപ്പാടുകൾ, എൻ്റെ ആണിപ്പാടുകളൊക്കെ സ്പർശിച്ച് നോക്ക്. അപ്പോൾ നോക്കണേ, ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഉയർത്തെഴുന്നേറ്റ ശേഷം മറിയോട് പറഞ്ഞു, നീ എന്നെ തൊടരുത്. അതേസമയം 8 ദിവസം കഴിഞ്ഞ് തോമസിനോട് പറയുക, നീ എന്നെ തൊട്ടു നോക്കുക. ഈ ഇടവേളയ്ക്ക് ഇടയിൽ കർത്താവായ യേശു ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് തൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് പുതിയ നിയമം ആരംഭിക്കും, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 11-ഉം 12-ഉം വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കണേ ദൈവമക്കളെ, ഇതേ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യുക, തളിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നോക്കണേ, എങ്ങനത്തെ വീണ്ടെടുപ്പാണ് കർത്താവ് നേടിയത്? എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ് കർത്താവ് സ്ഥാപിച്ചത്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അനേക കാലഘട്ടങ്ങൾ, യുഗങ്ങൾ, ഡിസ്പെൻസേഷൻസ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ ഡിസ്പെൻസേഷൻസ്, ഈ യുഗങ്ങളിലൊക്കെയും മാറ്റമില്ലാത്ത സത്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഈ കാര്യം. ഏതാ? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിലയേറിയ രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നേടി എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, hallelujah. The New Testament started with the death of testator Jesus Christ. However, Israel continued in the rejection of God's provisions. പുതിയ നിയമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ആരംഭിച്ചു, മരണത്താൽ ആരംഭിച്ചു. പക്ഷെ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അവരുടെ ആ ഒരു ക്രിസ്തുവിനെ നിരാകരിക്കുന്ന ആ ഒരു ഇതിൽ സ്വഭാവത്തിൽ അവർ മുൻപോട്ട് തുടരുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 7-8 അധ്യായങ്ങളിൽ സ്തേഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്
അവർ വലിയൊരു പ്രസംഗം സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോഴും ഇസ്രായേൽ മക്കൾ അവര് ദേഷ്യം കൊണ്ട് പല്ല് കടിച്ച് സ്തേഫാനോസിനെ എന്ത് ചെയ്യുകയാണ്? കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. പരിശുദ്ധാത്മാവിൽ കൂടി ലഭിച്ച ആ ഒരു അരുളപ്പാടിനെയും ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുക? തള്ളിക്കളഞ്ഞു, ഇല്ലേ? അപ്പോഴെന്ത് ചെയ്തു? നമുക്ക് നോക്കാം, ഈ വിശ്രാമ ദിനത്തെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ 3-ാം അധ്യായം, പ്രവൃത്തിയുടെ 3-ാം അധ്യായം 17 തൊട്ട് 21 വരെ പത്രോസ് പെന്തക്കോസ്ത് നാളിന് ശേഷം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രസംഗിച്ചത്. നമുക്ക് നോക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. വിശ്രാമ സമയം എപ്പോഴാണ് വരുന്നത്? പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയം പൂർത്തിയാകണം. 1. 2, പിതാവ് ക്രിസ്തുവിനെ വീണ്ടും അയക്കുമ്പോഴാണ് ആ വിശ്രാമ സമയം യഹൂദന്മാർക്ക് വരുന്നത്. പക്ഷേ സ്തേഫാനോസിൽ കൂടി ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടിനെയും തിരസ്കരിച്ചു കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം കർത്താവിനെ പൗലോസിന്റെ അരികിൽ അയച്ചിട്ട് ഒരു പുതിയ ഒരു യുഗം ആരംഭിക്കുകയാണ്, കൃപായുഗം. എന്നാൽ 12 ശിഷ്യന്മാരും യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരും ചെറിയ കൂട്ടം സഭ, ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അവര് പഴയ നിയമത്തിൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞത്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരം ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരന്മാർ ആകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ, അതായത് ജൂഡായിസത്തിൽ നിന്ന് യഹൂദന്മാർ തിരിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. എന്നാൽ അതിനോടൊപ്പം കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടൊപ്പം അവരെന്ത് ചെയ്യുകയാണ്? ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണത്തിൽ തന്നെ തുടരുകയാണ്. ഇപ്പോഴും അവരെന്ത് ചെയ്യുകയാണ്? പഴയ നിയമത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് അടുത്ത ഭാഗത്ത് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. ഈവൻ ദോ ദ ബ്ലഡ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് വാസ് ഷെഡ്, Israel will have to wait for it to be effective until a future time. പഴയ നിയമത്തിൽ എങ്ങനെ ന്യായപ്രമാണം പുറപ്പാട് 19-ാം അധ്യായത്തിൽ ലഭിച്ചിട്ട് അവർക്ക് സലോമോൻ രാജാവ് ദേവാലയം പണിയുന്ന അത് പ്രതിഷ്ഠ ചെയ്യുന്നിടം വരെയും ആ പഴയ നിയമത്തിന്റെ ആ ഫുൾ എഫക്റ്റീവ്നെസ്സിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നോ, അതുപോലെ ഇനിയും ഇസ്രായേലിന് എന്ത് ചെയ്യണം? ഒരു വലിയൊരു കാത്തിരിപ്പാണ്. അതിനെക്കുറിച്ച് നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 25 തൊട്ട് 26 വരെയുള്ളൊരു വാക്യം നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഇസ്രായേൽ മക്കൾ സ്തേഫാനോസിൽ കൂടി ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടിനെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ദൈവം ഇസ്രായേലിനെ ഒരിക്കലും എന്നേക്കുമായി തള്ളിക്കളഞ്ഞിട്ടില്ല. ഇസ്രായേലിനുള്ള പദ്ധതി ഒരു നീണ്ട കാലത്തേക്ക് വേണ്ടി നിർത്തിവെച്ചിരിക്കുകയാണ്. അതേതാണ് ആ സമയം?
ആ സമയം എപ്പോഴാണ് അത് പൂർത്തിയാകുന്നത്? ജാതികളുടെ സംഖ്യ തികവോളം. അത് ജാതികളുടെ സംഖ്യ തികവാകുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ റാപ്ചർ, ഉൾപ്രാവണത്തിൽ എടുക്കപ്പെടുകയും അതിനുശേഷം കർത്താവ് വീണ്ടും ഇസ്രായേൽ മക്കളോട് ഇടപെടാൻ തുടങ്ങും. The institution of a New Testament at a future time is a part of the prophecy program. അതായത് ഈ പുതിയ നിയമത്തെ, അതായത് പഴയ നിയമം വീണ്ടും ഇസ്രായേലിനോട് ദൈവം പുതുക്കി കൊടുക്കും എന്നുള്ള ആ കാര്യം പ്രവചന പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു. അതിനെക്കുറിച്ച് അനേക പ്രവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പ്രത്യേകിച്ച് യെരമ്യാ പുസ്തകം 31-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ പുതിയ നിയമം ദൈവം ചെയ്യാൻ പോകുന്നത് ആരോടാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. യെരമ്യാ 31 മുതലായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ആരോടാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത്? ജാതികളോടാണോ? അല്ല. ജാതികളോട് പഴയ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ ഈ കാലഘട്ടത്തിലെ ജാതികളോട് ദൈവത്തിന് മുമ്പ് ഒരു പദ്ധതിയും ഇല്ലായിരുന്നു. ഇസ്രായേൽ പൗരതയോടോ ഇസ്രായേൽ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളോടോ ഒരു സംബന്ധവും ഇല്ലാത്തവരായിരുന്നു നമ്മൾ. ഭൂമിയിൽ ദൈവവുമില്ല, ക്രിസ്തുവുമില്ല, പ്രത്യാശയില്ലാതെ നമ്മൾ അലഞ്ഞു തിരികെയായിരുന്നു, അല്ലേ? എന്നാൽ ദൈവം പറയുക, a new covenant, I will make a new covenant with the house of Israel and with the house of Judah. ന്യൂ ടെസ്റ്റ്മെന്റ് ആരോടാണ്? ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടുമാണ്. നമുക്ക് മുൻപോട്ട് വായിക്കാം. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞത് എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് മുൻപോട്ട് വായിക്കാം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വാക്യത്തിൽ നമുക്ക് 3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, മുമ്പേ നമ്മൾ പഠിച്ചതുപോലെ ഇസ്രായേൽ ഗൃഹത്തോടാണ് ഈ പുതിയ ഒരു നിയമം, ന്യൂ ടെസ്റ്റ്മെന്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. 2, ആഫ്റ്റർ ദോസ് ഡേയ്സ്, എന്നാൽ ഈ കാലത്തിന് ശേഷമാണ്, ഒരു കാലയളവിന് ശേഷമാണ് ദൈവം ആ ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പുതിയ ഉടമ്പടി ഇസ്രായേൽ മക്കളോട് ചെയ്യാൻ പോകുന്നത്. അത് എന്തുവാണ് ഈ കണ്ടന്റ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ്? എന്തുവാ? ദ ന്യായപ്രമാണം. ഏതാ? ഐ വിൽ പുട്ട് മൈ ലോ, മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം. ഇനിയും ഇപ്പൊ കല്ലിൽ കൊത്തിയല്ല കൊടുക്കുന്നത്, മറിച്ച് അവരുടെ ഹൃദയങ്ങളിൽ എഴുതുകയാണ്. എന്നിട്ട് ദൈവം അവരെ ആ കൽപ്പനകളൊക്കെ പ്രമാണിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിനെയും അവരുടെ ഹൃദയങ്ങളിലേക്ക് പകരും. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഏതാണ് ഈ കാലഘട്ടത്തിന് ശേഷം എന്ന് പറയുന്നത്? ആ കാലഘട്ടം ഏതാ? അത് കൃപായുഗമാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം കൃപായുഗത്തെ കുറിച്ചാണെങ്കിൽ കൃപായുഗം ഒരു ക്രിസ്തുവിൽ മറഞ്ഞിരുന്നൊരു മർമ്മമാണ്. അത് തന്നെയല്ല, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മുൻകാലങ്ങളിൽ ഇതാർക്കും വെളിപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ അതേതാണ് കാലം? നമുക്ക് അടുത്ത വാക്യത്തിൽ നമുക്ക് നോക്കാം. ഇനി യെരമ്യാ 31-ന്റെ 34 വാക്യമാണ്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. അവരുടെ പാപം ഇനി ഓർക്കുകയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ നിയമം ഇസ്രായേലിനോട് ചെയ്തു കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് എന്തുവാ? ദൈവം അവരുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കും. അവരുടെ പാപങ്ങളെ പിന്നെ ഒരു നാളും ദൈവം ഓർക്കുകയുമില്ല. അപ്പോൾ ഏതാണ് ഈ ദിവസം? റോമർക്കെഴുതിയ ലേഖനം
11-ാം അധ്യായം 25 തൊട്ട് 27 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പറയുകയാണ് ഏതാണ് ആ ദിവസം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എപ്പോഴാണ് ഇസ്രായേൽ മക്കളുടെ പാപക്ഷമ ലഭിക്കുന്നത്, എപ്പോഴാണ് ദൈവം പുതിയ നിയമം ഇസ്രായേൽ മക്കളോട് ചെയ്യാൻ പോകുന്നത്, എപ്പോഴാണ് സിയോനിൽ നിന്ന് വിടുവിക്കുന്നവൻ വരുമ്പോൾ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവ്. ഒലിവ് മലയിൽ പ്രത്യക്ഷമായി വരുന്ന ആ കാലഘട്ടത്തിലാണ് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ഇസ്രായേലുമായിട്ട് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഈ കാര്യം പ്രവചന പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതൊരു മിസ്റ്ററി പ്രോഗ്രാം അല്ലായിരുന്നു. നോക്കണേ, എഹെസ്കേൽ 36-ാം അധ്യായം 26 തൊട്ട് 27 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. എഹെസ്കേൽ 11-19 തൊട്ട് 20 വരെയുള്ള വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഇതേ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കണേ, പഴയ നിയമത്തിൽ എങ്ങനെ ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നോ, ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷവും അതിൻ്റെ ആ പ്രവൃത്തിയിലേക്ക് അത് വരുന്നത്, ഫുൾഫിൽമെന്റിലേക്ക് വരുന്നതിന് ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇസ്രായേൽ വിൽ എൻജോയ് ദ ബെനിഫിറ്റ്സ് ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് വെൻ ക്രൈസ്റ്റ് റിട്ടേൺസ് അഗെയിൻ, ജസ്റ്റ് ആസ് പീറ്റർ ഹാഡ് പ്രീച്ച്ഡ് ഇൻ ആക്ട്സ് ചാപ്റ്റർ 3. അപ്പൊ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ കർത്താവിനെ വീണ്ടും പിതാവ് അയക്കുമ്പോഴാണ് ഈ ന്യൂ ടെസ്റ്റ്മെന്റും ബെനിഫിറ്റ്സ്, അതിൻ്റെ ഗുണങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് അനുഭവിക്കപ്പെടും. അതുവരെ എന്തുണ്ട്? ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് എത്ര സമയം വരെ നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. സഭയുടെ ഉൽപ്രാവണം വരെ അതുണ്ട്. അതിന് ശേഷം, റാപ്ചറിന് ശേഷം 70-ാമത്തെ ദാനിയേൽ പ്രവചനത്തിന്റെ 70-ാമത്തെ ആഴ്ചയായ പീഡനകാലം ആരംഭിക്കുന്നതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എത്ര ആണെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. ഇറ്റ്സ് എ പ്രോഫിറ്റ് അൺസ്പെസിഫൈഡ് ടൈം. ആ ഒരു ഗ്യാപ്പിന് ശേഷം, കാരണം പീഡനം ആരംഭിക്കുന്നതും ദാനിയേൽ പ്രവചനത്തിലെ 70-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നത് ഇസ്രായേൽ മക്കൾ ഉടമ്പടിയുടെ പ്രഭുവ എന്ന് വിളിക്കപ്പെടുന്ന ആന്റൈ ക്രൈസ്റ്റുമായിട്ട് 7 വർഷത്തെ ഒരു കരാർ ഒപ്പിടുമ്പോഴാണ് 70-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ പീഡനകാലം ആരംഭിക്കുന്നത്. അപ്പോൾ സഭ എടുക്കപ്പെട്ടാൽ ഉടനെ നെക്സ്റ്റ് ഡേ ഇസ്രായേല് ആന്റി ക്രൈസ്റ്റുമായിട്ട് ഈ കരാർ ഒപ്പിടാൻ പോകത്തില്ല. കാരണം അതിനിടയിൽ എന്തുണ്ട്? ഒരു പ്രോഫറ്റിക് ഗ്യാപ്പ് ഉണ്ട്. അതിനിടയിൽ പ്രധാനമായിട്ട് 2 രാഷ്ട്രന്മാർ, അതായത് നോർത്തേൺ കിങ് ഓഫ് ദ നോർത്ത് ആൻഡ് കിങ് ഓഫ് ദ സൗത്ത്, വടക്കേ ദേശവും തെക്കേ ദേശവും തമ്മിൽ കുറഞ്ഞൊരു 3 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഈ 10 ദാനിയേൽ പ്രവചനത്തിലെ 10 രാജാക്കന്മാരുടെ കാര്യം നമുക്കറിയാമല്ലോ. ഈ 10 രാജാക്കന്മാർക്ക് ശേഷം വരുന്നൊരു രാജാവാണ്
ഈ എതിർ ക്രിസ്തു. ഈ 10 രാജാക്കന്മാരിൽ 3 എതിർ ക്രിസ്തു എന്ത് ചെയ്യും? ഓവർടേക്ക് ചെയ്യും. ബാക്കിയുള്ളവർ അവരുടെ രാജ്യം എതിർ ക്രിസ്തുവിന് വിട്ടുകൊടുക്കും. അപ്പോൾ നോക്കണേ, എതിർ ക്രിസ്തു എപ്പോഴാണ് വരുന്നത്? ഈ 2 രാഷ്ട്രങ്ങൾ, വടക്കേ ദേശവും തെക്കേ ദേശവും തമ്മിലുള്ള യുദ്ധങ്ങളെ കുറിച്ച് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം 10 രാജാക്കന്മാരുടെ കാലഘട്ടം, അതിനുശേഷം ഈ ചെറിയ കൊമ്പ്, വമ്പ് പറയുന്ന ചെറിയ കൊമ്പ് ഉയർന്നു വരും. അവനുകളാണ് ഇസ്രായേൽ മക്കൾ 7 വർഷത്തെ കരാറ് ഒപ്പിടുന്നത്. അവിടുന്നാണ് പീഡനകാലം ആരംഭിക്കുന്നത്. റൈറ്റ്? അപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്കണേ, എങ്ങനെ ഇസ്രായേൽ മക്കൾ അലഞ്ഞു തിരിഞ്ഞോ പഴയ നിയമത്തിൽ, അതുപോലൊരു ഗ്യാപ്പ് പുതിയ നിയമത്തിലും വരികയാണ്. നമുക്ക് മുൻപോട്ട് പോകാം. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നമ്മളെ ദൈവം പുതിയ ഒരു നിയമത്തിന്റെ ശുശ്രൂഷക്കാരാക്കി മാറ്റി എന്ന്? നമുക്ക് ഈ വാക്യം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. Who also has made us an able minister of the New Testament, not of the letter but of the Spirit. For the letter killeth, but the Spirit giveth life. നമുക്ക് വായിക്കാം മലയാളത്തിൽ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലനെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് പൗലോസ് അപ്പോസ്തലന് ഒരു വ്യത്യസ്തമായ ഒരു നിയമമാണ് പൗലോസ് അപ്പോസ്തലൻ കൊടുത്തത്. ഒരു ഉടമ്പടിയാണ്. ദ ഗ്രേസ്, കവനന്റ് ഓഫ് ഗ്രേസ് ആണ് കൊടുക്കുന്നത്. എന്തിനാണ് പൗലോസ് ഇതിനെ പുതിയ നിയമം എന്ന് പറഞ്ഞത്? കാരണം ഇത് പഴയ നിയമം പോലല്ല. പഴയ നിയമം അക്ഷരത്തിന്റെ ശുശ്രൂഷയായിരുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലന് ലഭിച്ച പുതിയ നിയമം ആത്മാവിന്റെ ശുശ്രൂഷയാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കളോട് ദൈവം വീണ്ടും ചെയ്യാൻ പോകുന്ന ഉടമ്പടി, കർത്താവിന്റെ വരവിങ്കൽ ചെയ്യാൻ പോകുന്ന ഉടമ്പടിയിൽ പഴയ ന്യായപ്രമാണം ഇനിയും ഇപ്പോൾ കല്ലിൽ കൊത്തിയല്ല കൊടുക്കുന്നത്, മറിച്ച് അവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അന്നേരം പകരപ്പെടുകയും ചെയ്യുകയാണ്. എന്നിട്ട് കർത്താവ് അവരെ അവന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചിന്തിച്ചിരിക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതുപോലല്ല പൗലോസ് അപ്പോസ്തലന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് ഇസ്രായേൽ ഗൃഹത്തോടാണ് ചെയ്യുന്നത്, യഹൂദ ഗൃഹത്തോടാണ് ചെയ്യുന്നത്. പഴയ നിയമം കല്ലിൽ കൊടുത്തതിനെ ഇപ്പോഴവരുടെ ഹൃദയങ്ങളിൽ എഴുതി പരിശുദ്ധാത്മാവിനെ നൽകി ആ ചട്ടങ്ങളിലും അതിന്റെ പ്രമാണങ്ങളെ എല്ലാം പാലിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിനെ അവർക്ക് അന്ന് നൽകും. പക്ഷെ ഇന്ന് നമുക്കങ്ങനല്ല. ഇന്നത്തെ പുതിയ നിയമം പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് ചെയ്തത് പഴയ നിയമം പോലല്ല, ഇനിയും ഇസ്രായേലിന് കൊടുക്കാൻ പോകുന്ന നിയമം പോലല്ല. ഇത് വ്യത്യസ്തമാണ്. ഇതൊരു മർമ്മമായിരുന്നു. ഇത് കർത്താവിൽ മറഞ്ഞിരുന്നതായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ മുൻകാലങ്ങളിൽ ആർക്കും തന്നെ ഇത് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. ഇല്ലേ? റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴോ, ബട്ട് നൗ, ഈ കൃപായുഗത്തിൽ നമ്മൾ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. അതായത് പൗലോസ് അപ്പോസ്തലന് കൊടുത്ത പ്രമാണം, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ന്യൂ ടെസ്റ്റ്മെന്റിന്റെ സേവകന്മാരെ നമ്മളെ ആക്കി എന്ന് പറയുമ്പോൾ ഈ രണ്ടിലും വ്യത്യസ്തമായ ഒരു പ്രമാണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് റൈറ്റ് ഡിവിഷൻ ശരിക്ക് മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ.
മനസ്സിലാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഈ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 7:6. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവം പൗലോസിലൂടെ ഒരു പുതിയ പരിപാടി അവതരിപ്പിച്ചു, ഇല്ലേ? എഫേസ്യർക്കെഴുതിയ ലേഖനം 3:4-7 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, കൃപയാൽ പൗലോസ് അപ്പോസ്തലൻ ഒരു പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരനായി തീർന്നു. ഏതാണ് ഈ നിയമം? ഈ നിയമം ലോകാരംഭം മുതൽ ക്രിസ്തുവിൽ മർമ്മമായി മറഞ്ഞിരുന്നൊരു നിയമം. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുക, നിരപ്പിന്റെ ശുശ്രൂഷക്കായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? നടുച്ചുവർ, വേർപാടിന്റെ നടുച്ചുവരായിരുന്ന ന്യായപ്രമാണം, ശത്രുത്വം നീക്കി നിരപ്പിച്ചു. ഇരുപക്ഷത്തെയും കർത്താവ് നിരപ്പിച്ചിട്ട് നിരപ്പിന്റെ ശുശ്രൂഷക്കാരാക്കിയാണ് നമ്മൾ ഓരോരുത്തരെയും ഇന്ന് നിയമിച്ചിരിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണം? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച ആ പ്രവൃത്തിയെ വർണ്ണിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അടുത്തത്, കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്ത ആ വലിയ മർമ്മത്തെ ആണ് നാം പ്രസംഗിക്കേണ്ടത്. ഈ കാര്യങ്ങളിലാണ് ഇന്ന് ഒരു വിശ്വാസി ഉറപ്പ് പ്രാപിക്കുന്നത്. പുതിയ മനുഷ്യൻ, പുതിയ സൃഷ്ടി എന്ന് നമ്മൾ വായിക്കുന്നത് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ചർച്ചിനെ കുറിച്ചാണ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ്. കൃപയുടെ കാലഘട്ടത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു യേശു തന്നെയാണ്. ഇത് ക്രിസ്തുവിന്റെ ക്രൂശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ അടിസ്ഥാനപ്പെട്ടതാണ് ഈ പുതിയ നിയമം പൗലോസ് അപ്പോസ്തലൻ ലഭിച്ചത്. ഈ കാലയളവിൽ രക്ഷ വിശ്വാസത്താലാണ്, നീതീകരണം വിശ്വാസത്താലാണ്, രക്ഷ ദൈവത്തിന്റെ ഒരു ദാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരു വ്യത്യസ്തമായ ഒരു കാലഘട്ടം പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിച്ച് വേർതിരിച്ച് വ്യത്യസ്തമായ ഒരു വെളിപ്പാടുകൾ കർത്താവ് പൗലോസിന് നൽകി. എന്നാൽ സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം ഈ കാലഘട്ടം തീരുകയും തിരിച്ച് പഴയ നിയമത്തിന്റെ ആ ഒരു കാലഘട്ടം വീണ്ടും ആരംഭിക്കുകയാണ്. റാപ്ചറിന് ശേഷം ഒരു സമയമുണ്ട്, അതിനുശേഷം മഹാപീഡനങ്ങളുണ്ട്. കർത്താവ് യേശു ക്രിസ്തു രണ്ടാം വരവെങ്കിൽ ഇസ്രായേലും യഹൂദ ഗ്രഹത്തോടുകൂടി ദൈവം വാഗ്ദത്തം ചെയ്ത ആ നിയമങ്ങൾ വീണ്ടും സ്ഥാപിക്കുകയും ശേഷം സഹസ്രാബ്ദ കാലം, ഇതാണ് ആ വിശ്രാമദേശ സമയം പത്രോസ് പറഞ്ഞത്. അത് ആരംഭിക്കുകയും ഭൂമിയെങ്ങും ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ ലോകമെങ്ങും ചെന്ന് പുതുഭാഷകളിൽ സംസാരിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞ് ഭൂമിയൊക്കെയും സമുദ്രത്തിൽ വെള്ളം നിറയുന്നതുപോലെ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ദ ന്യൂ ടെസ്റ്റ്മെന്റ്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ന്യൂ ടെസ്റ്റ്മെന്റ് പഴയ നിയമം പോലല്ല, അക്ഷരത്തിന്റെ പ്രവൃത്തിയല്ല.
അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുകയാണ്. ഒരു ആത്മാവിന്റെ ശുശ്രൂഷയാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലന് ലഭിച്ച സുവിശേഷത്തിൽ നിലനിൽക്കുക എന്നാണ്. റൈറ്റ്? ജഡത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിന്റെ ശുശ്രൂഷയാണ്. ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും മത്തായി മുതൽ ആരംഭിക്കുന്നു. അല്ല, യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ആരംഭിച്ചെങ്കിലും അത് ആരോടാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ചെയ്തത്? ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും. പക്ഷെ ഇപ്പോഴത് ടെമ്പററിലി വിത്ത്ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതെപ്പോഴാണ് ന്യൂ ടെസ്റ്റ്മെന്റ് പ്രവൃത്തിയിൽ വരുന്നത്? കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ. അപ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി.